എൻ്റെ പേര് സഹറ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവക്കാഡോ വെച്ചിട്ടുള്ള പായസമാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അവക്കാഡോ, കോളിഫ്ലവർ, കരിക്കൊക്കെയാണ്. അതിൻ്റെ പേര് ഞാൻ ഇട്ടേക്കുന്നത് നീലാമൃതം എന്നാണ്. നമുക്ക് നോക്കാം. നമ്മൾ ചെറുപയർ പരിപ്പ് വറുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പാൽ ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് കരിക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് എടുക്കാം. ഇത് നമ്മൾ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തിട്ട് നെയ്യിലിട്ട് നന്നായിട്ട് അത് വെള്ളമൊക്കെ പറ്റിച്ച്, പിന്നെ നമ്മൾ ബദാമും ചേർത്തിട്ട് കാരമലൈസ് ചെയ്ത ഷുഗറിൽ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇത് നമ്മൾ ഈ പായസം ലാസ്റ്റ് ഗാർണിഷ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെറുപയർ പരിപ്പ് നമ്മൾ 3 പാലിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു ഗ്ലാസ് കവർ പാൽ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കരിക്കരിഞ്ഞത് നമുക്ക് മാറ്റിയിട്ട് ചെറുപയർ പരിപ്പ് വേവിച്ചത് വെക്കാം. ഇതിലേക്ക് 2 പാൽ ചേർത്ത് വേവിക്കാം. 2 കഷ്ണം പനങ്കൽക്കണ്ട് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി, പഞ്ചസാര. അതായത് നമ്മുടെ ചെറുപയർ പരിപ്പ് തന്നെ, അതായത് ഒരു ട്രഡീഷണൽ ടച്ചും കുറച്ച് ഇന്നോവേഷനും. ഗ്രേറ്റ് ചെയ്തിട്ട് നെയ്യിൽ വറ്റിച്ച് കാരമലൈസ്, അത് പോകാണ്ട് എങ്ങനെ ആക്കാൻ പറ്റും പനങ്ങൾക്കുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കരിക്ക് പാല് ചേർക്കാം. കുറച്ച് മിൽക്ക് വേണ്ടി വെക്കാം. നമുക്ക് ആശാളി സീഡ്സ് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി, അവക്കാഡോ കട്ട് ചെയ്യാം. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1 പാൽ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് 1 പാൽ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. മഷ്റൂം, ക്യാരറ്റ് അല്ലേ? മഷ്റൂം, ക്യാരറ്റ്, ഇതിപ്പോഴത്തേക്ക് കോളിഫ്ലവറും കൂടി ചേർന്നൊരു പായസം. ആൻഡ് അവക്കാഡോ നല്ല പഴുത്തായിരുന്നല്ലോ അല്ലേ? അവക്കാഡോ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കാൻ വരും. അവക്കാഡോ റോ ആയിട്ടാണ് ചേർക്കുന്നത്, ഫ്രൂട്ടായിട്ട്. അതെ, അവക്കാഡോ റോ ആയിട്ട് കഴിക്കുമ്പോൾ അതിനൊരു മധുരം ഉണ്ടാവില്ല. ഒട്ടും ഉണ്ടാവില്ല. മധുരം ഉണ്ടാവില്ല. ഒരെണ്ണം കഴിച്ചു നോക്കിയേ. കോളിഫ്ലവറിനെ വിളയിച്ച് വെച്ചിരിക്കുകയാണ്, പക്ഷെ അതിന് ആ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ട്. മധുരമുള്ള കോളിഫ്ലവർ ആശാളി ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് അറിയൂല കേട്ടോ. ചൂടോടെ ഒട്ടും അറിയില്ലായിരുന്നു. തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്ലേവർ കൂടി വരുന്നുണ്ട്. ചൂടോടെ കറക്റ്റ് പെട്ടെന്ന് അറിയില്ലായിരിക്കും എന്താണെന്നൊരു പറയാത്തവർക്ക് ഇത് പെട്ടെന്ന് അറിയില്ല അല്ലേ? നോക്കാം. ഇനി നമുക്കിത് ഇറക്കിയിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇടാം. നെയ്യ് ഇതിൽ ഒഴിച്ചു കൊടുക്കാമേ. ഇനി അവക്കാഡോ ചേർക്കാം. നമ്മുടെ നീലാമൃതം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.